ഹലോ, അപ്പോൾ ഗുഡ് മോർണിംഗ്. രാവിലെ ഇതിപ്പോൾ ഒരു 6:30 സമയമാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാൻ തുടങ്ങി. പിന്നെ രാവിലത്തെ കാഴ്ചയൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാം. നല്ല രസമാണ്. നല്ല നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്, ഗ്രാമപ്രദേശമാണ്. നമ്മളെ വീട്ടിലോട്ടുള്ള വഴിയാണ് കേട്ടോ. അങ്ങറ്റത്ത് മെയിൻ റോഡാണ്. അങ്ങോട്ട് പോയി നോക്കിയാലോ നമുക്ക്? അങ്ങോട്ട് പോവാം. ആ വഴിയിലോട്ട് ഞാൻ ഇറങ്ങിയിട്ട് മെയിൻ റോഡിലോട്ട് പോവുകയാണ്. ഇപ്പോൾ കാണിച്ചു തരാവേ. അധികം ആരും എണീറ്റിട്ടില്ല, ഒരു ശബ്ദവും കേൾക്കാനില്ല. പ്രൈവറ്റ് ബസ് റൂട്ടാണ് ഈ കാണുന്ന ഒരു മെയിൻ റോഡെന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇത് പ്രൈവറ്റ് ബസ് റൂട്ടാണ് കേട്ടോ. ഇപ്പം ആരും ഇല്ലെന്നേ ഉള്ളൂ. നല്ല സ്പീഡാണ് വണ്ടി പോകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഇത്രയേ ഉള്ളൂ. അധികം ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അങ്ങോട്ടൊന്നും പോവാത്തത്. ആരും കാണത്തില്ല ഈ സമയത്ത്. തിരിച്ച് വീട്ടിലോട്ട് എത്തി. ഇതാ ഞങ്ങളുടെ വീടും വഴിയും ഒക്കെ. ഇത് റെഡ് ജെയ്ഡ് വൈൻ എന്ന ഫിലിപ്പിയൻ ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ദ ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ ചെടി വളരെ ഭംഗിയാണ് കാണാൻ. റെഡ് കളറാണ്, പന്തൽ പോലെ പടരും. ഇവിടെ പൂത്തിട്ടില്ല. ഇവിടുത്തെ മോർണിംഗ് ഗസ്റ്റാണ് ഈ കാണുന്ന കരിയില കിളികൾ. അധികം മനുഷ്യരായിട്ടൊന്നും ഇണക്കമില്ലാത്ത കിളികളാണ് ഇവർ. ധാന്യങ്ങളൊക്കെയാണ് ഇവരുടെ. ഇടയ്ക്ക് ഞാൻ ചോറൊക്കെ വെച്ച് കൊടുക്കും, പിന്നെ വെള്ളം വെച്ച് കൊടുക്കും. അതൊക്കെ കുളിക്കാറൊക്കെ ഉണ്ട്, കുളിച്ചിട്ടൊക്കെ പോവും. ഇപ്പം എന്നെ കണ്ടുകൊണ്ട് ഓരോരുത്തർ വീതം പറന്നു പോവുകയാണ്. നല്ല ശബ്ദമുണ്ട്. എല്ലാവരും പോയി. കാണുമ്പോൾ ഇതൊരു ഫോറസ്റ്റായിട്ട് തോന്നും. ആ സൈഡിലുള്ള പ്ലോട്ടുകാർ സൈറ്റ് ക്ലിയർ ചെയ്തിട്ടില്ല. രാവിലെ എന്നെ എന്തായാലും ചെടിക്ക് വെള്ളം ഒഴിക്കാമെന്ന് കരുതി. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഭയങ്കര വെയിലാണ്. ഇപ്പോഴത്തെ ആ ഒരു തണുപ്പൊന്നും കാണത്തില്ല. ഇതിവിടുത്തെ അക്കേഷ്യ പ്ലാന്റ് ആണ്. ഒരുപാട് പൂവിട്ടിട്ടുള്ള ചെടിയാണ്. ഒത്തിരി വർഷമായിട്ട് ഇവിടെ ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. എന്തോ അപ്പുറത്ത് പ്ലോട്ടിൽ ഒത്തിരി ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ടാവാം ഒരു ഗ്രൂപ്പ് ആൾക്കാർ, ഇതാ കുറേ പട്ടിക്കുട്ടന്മാർ ഇതാ റെഡിയായിട്ട് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അവർ ഇവിടെ വന്ന് അവരുടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, കളിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ. ഞാൻ അവരെ ശല്യപ്പെടുത്താൻ പോയില്ല, കാരണം ഇവിടെ വേറെ ആരും ഇല്ല. അപ്പോൾ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരെന്നെ ശല്യപ്പെടുത്തി എന്നെ രക്ഷിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. അവരെ പാടായി. പിന്നെ എന്തോ സംഭവം കണ്ടിട്ട് അവരങ്ങോട്ട് എല്ലാവരും കൂടെ പോകുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചായ ഇട്ട് കുടിച്ചു. അത്രയേ ഉള്ളൂ.